ആചാരങ്ങൾ പാലിക്കാതെ ക്ഷേത്രത്തിലെ ആൽമര ശിഖരങ്ങൾ വെട്ടിമാറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ പ്രതിഷേധം ശക്തം. കൊച്ചി ഏലൂർ നാറാണത്തെ ക്ഷേത്രത്തിന് മുന്നിലെ ആൽമരത്തിന്റെ ബലമുള്ള ശിഖരങ്ങളാണ് വെട്ടിമാറ്റിയത്. നേരത്തെ കാട് പിടിച്ച് ക്ഷേത്ര പരിസരം വൃത്തിയാക്കിയ ഭക്തർക്കെതിരെ പോലീസിൽ പരാതി നൽകിയ ദേവസ്വം ബോർഡ് നടപടിയും വ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, നോക്കൂ, ആചാരങ്ങൾ പാലിച്ചിട്ടേയില്ല. ആചാരങ്ങൾ പാലിക്കാതെ ഈ ക്ഷേത്രത്തിലെ ആൽമര ശിഖരങ്ങൾ വെട്ടിമാറ്റുന്നു. അതിനെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുകയാണ്. എന്താണ് ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം? എന്താണ് ഇങ്ങനെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ലി എന്നല്ലാതെ മറ്റൊരു നയം ഇവർക്കൊക്കെ ഉണ്ടോ? ഈ നാറാണത്ത് ക്ഷേത്രത്തിന് മുന്നിലെ ആൽമരത്തിന്റെ ബലമുള്ള ശിഖരങ്ങളാണ് വെട്ടിമാറ്റിയത്. എന്താണ് ഈ ദേവസ്വം ബോർഡിന്റെ ഈ നടപടിക്ക് പിന്നിലുള്ള കാരണം, ജിജീഷ്? അശ്വതി, രാഗി, ഇവിടെ ദേവസ്വം ബോർഡുകൾ എങ്ങനെയാണ് ക്ഷേത്രങ്ങളെ കാണുന്നത്, എത്രമാത്രം അവഗണനയാണ് ഈ ക്ഷേത്രങ്ങളോടെല്ലാം പുലർത്തുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണം തന്നെയായിരുന്നു ഏലൂർ നാറാണത്ത് ക്ഷേത്രം. അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള സബ് ഗ്രൂപ്പ് ഓഫീസറുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രമാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിലനിന്നിരുന്നത് ആദ്യം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം, അതായത് ക്ഷേത്രത്തിന് ചുറ്റും ആളുകൾക്ക്, വിശ്വാസികൾക്ക് പ്രദക്ഷിണം വെച്ച് തൊഴാൻ പോലും കഴിയാത്ത വിധത്തിൽ കാട് മൂടിക്കിടക്കുന്നു. അവിടെ വിഷപ്പാമ്പുകളുടെ വിഹാര കേന്ദ്രമായപ്പോൾ ഭക്തർക്ക് മറ്റു മാർഗമില്ല. നിരവധി തവണ പരാതി നൽകി. അവർ ഒടുവിൽ അവിടെ കാട് വെട്ടിത്തെളിച്ച് അവിടെ വൃത്തിയാക്കി. കാരണം തങ്ങൾക്ക് ആചാരങ്ങൾ സംരക്ഷിക്കാൻ, വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ, പ്രാർത്ഥിക്കാൻ എല്ലാം ഒരു സുരക്ഷിതമായ സ്ഥലം വേണമെന്നതുകൊണ്ടായിരുന്നു അവരത് ചെയ്തത് എങ്കിൽ അവിടെ മറിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വൈരാഗ്യ ബുദ്ധിയോടുകൂടി അവരോട് പെരുമാറുകയും പരാതി നൽകുകയും അവർക്കെതിരെ കേസ് എടുപ്പിക്കാൻ ശ്രമിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഒരു കേട്ടുകേൾവിയില്ലാത്ത സംഭവമായതുകൊണ്ട് മാത്രമാണ് പോലീസ് ആ കേസെടുക്കാൻ വൈകുക പോലും ചെയ്യുന്നത്. അതേ ഘട്ടത്തിലാണ് മറ്റൊരു സംഭവം കൂടി അവിടെ നിന്ന് പുറത്തു വരുന്നത്. ആൽമരത്തിന്റെ ശിഖരങ്ങളെല്ലാം, വലിയ ശിഖരങ്ങളെല്ലാം തന്നെ മുറിച്ച് മാറ്റിയിരിക്കുന്നു. അത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏലൂർ മുനിസിപ്പാലിറ്റി ഒരു നോട്ടീസ്, അതായത് ഉണങ്ങിയ കൊമ്പുകൾ മുറിച്ചു മാറ്റണം, അപകടകരമായ കൊമ്പുകൾ ഉണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റണമെന്ന സ്വാഭാവികമായും അത്തരത്തിലുള്ള നോട്ടീസുകൾ വീടുകൾക്കും മറ്റു സ്ഥാപനങ്ങൾക്കും എല്ലാം നൽകിയതാണ്. എന്നാൽ അതിനെ മറിയാക്കിക്കൊണ്ട് ഒരു ആൽമരം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇവിടെ പോയിരിക്കുന്നത്. അതിലും ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ശക്തമായി തന്നെ അവർ അറിയിക്കുകയാണ്. കാരണം ഇങ്ങനെ ഈ ആൽമരത്തിന്റെ ഏതാനും കൊമ്പുകൾ മാത്രമല്ല ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതർ മുറിച്ചു മാറ്റിയിരിക്കുന്നത്. അതിന്റെ നല്ലൊരു പങ്ക് ശിഖരങ്ങളും മുറിച്ചു മാറ്റിയിട്ടുണ്ട്. വലിയ ശിഖരങ്ങൾ തന്നെയാണ് മുറിച്ചു മാറ്റിയിരിക്കുന്നത്. മറ്റു ഭാഗങ്ങൾ അതോടുകൂടി തന്നെ ഉണങ്ങി പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഒരൊറ്റത്തടിയായി, വളരെ ചെറിയൊരു ഒറ്റത്തടിയായി മാത്രം നിൽക്കുകയാണ് ഇപ്പോൾ ഈ ഒരു നാറാണത്ത് ക്ഷേത്രത്തിലെ ആൽമരം എന്ന് പറയുന്നത്. അങ്ങനെ നിരവധി വിഷയങ്ങൾ അവിടെ ഓരോന്നായി ഉണ്ടാകുമ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭക്തർക്കെതിരായ ഒരു സമീപനം തന്നെ ആവർത്തിച്ച് സ്വീകരിക്കുന്നു. ചോദ്യം ചെയ്യുന്നവരെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി കാണുന്ന ഒരു നിലയിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇവിടെ പോവുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ താമസിക്കുന്ന ആളുകൾ, ജീവനക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ എന്ന് പറയുന്നത് കാട് പിടിച്ച് അങ്ങോട്ടേക്ക് കയറാൻ പോലും കഴിയാത്ത സ്ഥിതിയിൽ കാട് പിടിച്ച സ്ഥലമാണ്. എല്ലായ്പ്പോഴും ഏറ്റവും കൂടിയ ഇനം വിഷപ്പാമ്പുകളെയാണ് അവിടെ നിന്ന് കാണുന്നത്. ജീവൻ രക്ഷപ്പെടുന്നത് പോലും ഭാഗ്യം കൊണ്ടാണ് എന്ന് അവിടെയുള്ളവർ പറയുകയും ചെയ്യുന്നു. ഇത്തരം സംഭവങ്ങളാണ് ദേവസ്വം ബോർഡുകളെല്ലാം തന്നെ ആവർത്തിക്കുന്നത്.